ജോഫിൻ 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയ അയ്യൂബിന്റെ കയ്യിൽ നിന്ന്. അയ്യൂബ് ആരെ പറ്റിക്കാന്നും പറഞ്ഞ് വായും പൊളിച്ച് നടക്കുന്ന ഒരു സ്രാവാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക തിരിമറികൾ ഏറെ ചെയ്തിട്ടുള്ള ഒരാൾ. അയാൾ തിരിച്ചു തരാനാണ് വാങ്ങിക്കുന്നത്. കൊള്ളാം. ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നതും പണത്തിന് വേണ്ടി തന്നെ. അവർക്ക് തിരിച്ചറിഞ്ഞോളും, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് മിനു മുനീർ. മിനു മുനീറാണോ മീനു മുനീറാണോ എന്തായിരുന്നാലും ആ ഒരു പേര് സജീവമായി നമ്മൾ കേൾക്കുന്നുണ്ട് കുറേ ആയിട്ട്. അവര് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഇസ്ലാമിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാനും പോകാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഉഡായിപ്പ് താത്ത ഉണ്ടല്ലോ, ബാലാമണിയമ്മ താത്ത. ഈ താത്തായി ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആരാണെന്ന് അറിയാമോ? കുറച്ച് മുസ്ലിം തീവ്രവാദികളാണ്. അവരെ ഞാനെടുത്ത് വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുസ്ലിങ്ങൾ മൊത്തം വലിയ ബഹളമാണ്. പുതിയ യൂട്യൂബറും പുതിയതായിട്ട് തുടങ്ങുന്നതായിരിക്കും ഒരു ചാനൽ. അവരാദ്യം വിമർശിക്കുന്നത് എന്നെയായിരിക്കും. കാരണം എന്തെന്നറിയാമോ? ആ ലെവലിൽ നിൽക്കുന്ന ഒരാളെ വിമർശിച്ചാലേ ഇവർക്ക് 10 വ്യൂവേഴ്സ് കൂടുതൽ കിട്ടും, ഇവർക്ക് 10 സബ്സ്ക്രിപ്ഷനും കൂടുതൽ കിട്ടണം. ശരി, കയറി വരട്ടെ. അവരും ഇതൊരു തൊഴിലായി സ്വീകരിച്ചിരിക്കുവാണല്ലോ. ശരി, അവർക്കത് പറയാനും എന്നെ ചോദ്യം ചെയ്യാനും എന്നെ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോ അവരും അതങ്ങ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നത്. പിന്നെ കയറി കോർക്കാനൊന്നും പോകാറില്ല. കാരണം നമുക്ക് വേണ്ടത് നമ്മുടെ സമയം കളയലല്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഒരു വീഡിയോ കാണുന്നവർക്ക് അതിനകത്ത് നിന്ന് പുതുതായി എന്തെങ്കിലും കിട്ടണം. വെറുതെ നമ്മൾ വന്ന് കുറച്ച് കഥകൾ പറഞ്ഞു പോയി, കുറച്ച് ആ കഥ പറഞ്ഞ് ഈ കഥ പറഞ്ഞ് നിങ്ങൾ ഉണ്ടോ ഉറങ്ങിയോ ഉടുത്തോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അതിപ്പോൾ ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അതൊക്കെ യൂഷ്വൽ പ്രോസസ്സ്, അതൊക്കെ നടക്കേണ്ടത് പോലെ നടക്കും. അതല്ല പ്രധാനം. നമുക്ക് നമ്മുടെ 1 മിനിറ്റ് ആണെങ്കിലും ശരി, അത് വാല്യൂബിളായിട്ടായിരിക്കണം. എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇവിടെ ജസ്നയെ വിമർശിച്ചപ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കുരു പൊട്ടിയത്. കാരണം അവര് തട്ടമിട്ടിട്ടുണ്ടല്ലോ. തട്ടമിട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണ്. കുഴപ്പമില്ല, എന്നെയും ഇവർ വിമർശിക്കുന്ന കണ്ടിട്ടില്ലേ? തട്ടമിടടി എന്ന്. തട്ടമിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തും പറയാനും ചെയ്യാനുമുള്ള മറയാണ്. കുഴപ്പമില്ലെന്നാണ് ഇവര് മനസ്സിലാക്കുന്നത്. ശരി, ഇരിക്കട്ടെ. ഇവിടെ മീനു മുനീർ എന്ന സ്ത്രീ മീനു മുനീർ എന്ന സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചു. രസകരമായ വസ്തുത, ഇവര് ഇസ്ലാം മതം സ്വീകരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പല ചാനലുകളും എടുത്തു കൊടുത്തിരുന്നു. വളരെ രസകരമാണ് കേട്ടോ. എനിക്കതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അവര് അപ്പിക്കുപ്പായത്തിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനലും അങ്ങ് തുടങ്ങി. എന്നിട്ട് പർദ്ദ നൽകുന്നത് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമാണ്. ആദ്യം പറഞ്ഞ ഡിക്ലറേഷനാണ് നമ്മുടെ മിനു മുനീർ. ആദ്യം മീനു കുര്യനായിരുന്നു. പിന്നീടാണ് അവര് മീനു ആണോ എന്തായിരുന്നാലും 2 പേരുകളിലും അവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോ പർദ്ദ നൽകുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒക്കെ വലിച്ചെറിഞ്ഞ് ജയസൂര്യ എന്നെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുവാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ എല്ലാ ചാനലുകളിലും ഓടി നടന്ന് പറയുകയാണ്, എന്നെ ജയസൂര്യ ചുംബിച്ചേ. ജയസൂര്യ തിരുവനന്തപുരത്തുള്ള ഫ്ലാറ്റിലേക്ക് എന്നെ വിളിച്ചേ. പർദ്ദ ഇട്ടുകൊണ്ട് നടന്നാൽ പോരായിരുന്നോ? സുരക്ഷിതത്വമായിരുന്നില്ലേ? ആ പർദ്ദയ്ക്കകത്ത് നിന്നിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാമായിരുന്നല്ലോ. മറ്റുള്ളവരെ പർദ്ദ ഇടിയിക്കാൻ വേണ്ടിയിട്ട് നടന്ന മിനു മുനീർ പർദ്ദ വലിച്ചെറിഞ്ഞത് കൊണ്ടല്ലേ ജയസൂര്യ പിടിച്ച് ചുംബിച്ചത്, അല്ലേ? എന്നിട്ട് മിനു മുനീർ പറയാണ്, പെൺ ശരീരത്തെ പ്രദർശന വസ്തുവാക്കുന്ന ലിബറൽ ഫെമിനിസ്റ്റുകളോട് എനിക്ക് പുച്ഛ. മനസ്സിലായില്ല? പെൺ ശരീരത്തെ പ്രദർശന വസ്തുവാക്കുന്നു നിങ്ങളോട് എനിക്ക് പരമപുണ്യം. ഇസ്ലാം സ്വീകരിച്ച ശേഷവും ഈ നടി പാൽക്കാരി എന്ന തട്ടിക്കൂട്ട അഡൽട്ട് മൂവിയിൽ അഭിനയിച്ചത്
അതീവ ഗ്ലാമറസ് റോളിലാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ വിശ്വാസമായിരുന്നില്ല. ഈ മതത്തിലേക്ക് ഇവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ വിശ്വസിച്ച് വന്നതായിരുന്നില്ല. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവും. മീനു കുര്യൻ, പിന്നീട് മീനു മുനീറാകുമ്പോൾ ഈ മുനീർ ആരാണ് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ. എന്നിട്ട് ഇവര് ആ പാൽക്കാരി എന്ന തട്ടിക്കൂട്ട് അഡൽട്ട് മൂവിയില് ഇവര് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അങ്ങ് വലിച്ചെറിഞ്ഞു. പർദ്ദയും മക്കനെയും ഒന്നും വേണ്ടാതായി. അതിനകത്ത് ഗ്ലാമറസ് റോളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതും മറച്ചു വെച്ചിട്ട് ഡാ തടിയ എന്ന ചിത്രമാണ് മീനുവിന്റെ അവസാന ചിത്രമാക്കി ഇവര് പ്രദർശിപ്പിച്ചത്, പറഞ്ഞത്. മതം മാറിയ ചലച്ചിത്ര താരത്തിന്റെ അവകാശവാദത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങളും നടന്നു. ഇപ്പോ സ്വാതന്ത്ര്യം കിട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോ താത്ത പിന്നീട് ഇസ്ലാമിന്റെ ഒരു പ്രചാരകയായിട്ട് അങ്ങ് മാറി. കുറ്റം പറയുന്നതല്ല. നമ്മള് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഏതാശയം സ്വീകരിച്ചാലും നിലപാട് സ്വീകരിച്ചാലും അതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഉണ്ടാകണം. കൊച്ചിയില് നടിയെ ഗുണ്ടകൾ ഫ്ലാറ്റിൽ കയറി ആക്രമിച്ചു എന്ന രൂപത്തിൽ ഒരു വാർത്തകൾ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പോലീസ് നോക്കി നിൽക്കുമ്പോൾ മർദ്ദിച്ചു എന്ന് മിനു മുനീറാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞത്. മർദ്ദനത്തില് കലാശിച്ചത് എന്താ? ഒരു കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മിനു മുനീർ രംഗത്ത് വന്നു. പോലീസുകാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ. ഇവിടെ നമ്മള് വിശ്വാസത്തിൽ നിന്നാലും നിരാസത്തിൽ നിന്നാലും ശരി, അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടാകണം. ഞാൻ അങ്ങനെയാണ്. ഞാൻ ആദ്യം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ജനിക്കുന്നത്. ആദ്യം എന്നല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ജനിക്കുന്നത്. ആദ്യം നല്ല വിശ്വാസിയായിരുന്നു. ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് വരുന്നത്. പബ്ജി കുറച്ച് ലിബറൽ ആയിരുന്നെങ്കിൽ പോലും മറ്റതൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ മുജാഹിദിന്റെ കോളേജിൽ പഠിക്കുന്നു. അങ്ങനെ നമ്മുടെ വേഷമൊക്കെ ആ രൂപത്തിലാണ്. പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ട് അന്യപുരുഷന്മാർ വേണ്ട, ഒതുങ്ങി ഖുർആൻ ക്ലാസ്സുകൾ, ഖുർആൻ പഠിപ്പിക്കുക, അറബി കോളേജ്, മദ്രസ, അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴാണ് ചില ഖുർആൻ ആയത്തുകൾ, ഹദീസുകൾ, ചില ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കുറേ വായിച്ചു. അപ്പോഴാണ് ഇതിനകത്ത് കുറച്ച് ഉഡായിപ്പ് മനസ്സിലാകുന്നത്. ഇതെങ്ങനെ ശരിയാകും? ഖുർആനിനെതിരെ വരുന്നു ഹദീസ്, ഹദീസിനെതിരെ വരുന്നു ഖുർആൻ. എങ്ങനെ ആലോചിച്ചിട്ടും ഇതങ്ങോട്ട് കമ്മിറ്റായിട്ട് പോകുന്നില്ല. അങ്ങനെയാണ് എൻ്റെ മതപുരോഹിതന്മാരോട്, എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അവരൊക്കെ ഒഴിഞ്ഞു മാറുന്നു. ഖുർആനിനെതിരെ ഹദീസുകൾ വന്നാൽ ഖുർആനിന് അനുകൂലമാക്കി നമ്മൾ അതിനെ വായിച്ചെടുക്കുക, അതല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നാണ് എൻ്റെ അധ്യാപകനായ ഷംസുദ്ദീൻ പാലത്ത് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നീട് ഹനീഫ് കായ്ക്കുടിയുമായിട്ട് ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരുപാട് എൻ്റെ അധ്യാപകരുമായിട്ടൊക്കെ ചർച്ച നടത്തി. വയനാട് ഐലൻഡ് വ്യൂസ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒലക്കേടാ മുടന്ന് ഇറങ്ങിപ്പോടാ. മനസ്സിലാകാത്ത ഒരിടത്ത് എന്തിനാടാ സമയം കളഞ്ഞ് നിൽക്കുന്നത്? ഇറങ്ങിപ്പോ. നിന്നെ ആരെങ്കിലും ഗണ്ണിന്റെ തുമ്പിൽ നിർത്തിയിരിക്കുകയാണോ? ഇവിടെ നിൽക്കടാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലെങ്കിൽ പൊയ്ക്കോ. ഫാസിലി ചോദിക്കുന്നു, ഇത് ആർക്ക് ക്ലാസ് എടുക്കുവാണെന്ന്? നിനക്കാണ്. നീ ഇവിടെ നിൽക്കുമല്ലേ? നിനക്കാണ് എടുക്കുന്നത്. കേട്ടിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോ. മദ്രസ ബുദ്ധിയാണ്. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാന്നല്ലേ വിചാരിക്കുള്ളൂ. ഇരിക്കട്ടെ. അപ്പോ ഏത് കാര്യമായിരുന്നാലും ശരി, അതിനകത്ത് നിൽക്കുമ്പോൾ അതിലൊരു മര്യാദ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ജസ്നയുടെ ഉഡായിപ്പ് പൊളിക്കേണ്ടി വരുന്നത്? ഒന്നുകിൽ വിശ്വാസത്തിൽ, ഒന്നുകിൽ ഇസ്ലാം മത വിശ്വാസത്തിൽ നിൽക്കുക, അതല്ലെങ്കിൽ കണ്ണൻ ശരി രാധയായിട്ട് മുമ്പോട്ട് പോകുക, ഹൈന്ദവ ഭക്തിയായിട്ട് അതും വേണം ഇതും വേണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്ന പോകുകയും ചെയ്യരുതെന്ന്. അതിനോട് തീർത്തും വിയോജിപ്പാണ്. അതുകൊണ്ടാണ് പോകാൻ പറയാൻ നിങ്ങൾ ആരാണോ? ഇത് എൻ്റെ ചാനലായതുകൊണ്ടല്ലടാ പോകാൻ പറഞ്ഞത്. ഇതെൻ്റെ ലൈവ് ആയതുകൊണ്ടാണ് നിന്നോട് പോകാൻ പറഞ്ഞത്. പോയിക്കോ. പോകാൻ പറയാൻ നിങ്ങൾ ആരാണ്?
ലെവലില്ലാത്തവനൊക്കെ കയറി വന്നേക്കാം. അപ്പോ ഏത് വസ്തുതയാണെങ്കിലും ശരി, പറയുമ്പോൾ അതിനകത്തൊരു കഴമ്പുണ്ടാകണം. വെറുതെ ഏതെങ്കിലും പത്രങ്ങൾ വായിച്ചിട്ട്, ഏതെങ്കിലും മാസികകൾ വായിച്ചിട്ട്, ഏതെങ്കിലും ഒരു പ്രലോഭനങ്ങളിൽ വീണിട്ട് ഒന്നുമല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നത്. പഠിച്ചു തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഖുർആനും ഹദീസും വെച്ചിട്ട് ആരെങ്കിലും ഇന്നുവരെ എനിക്ക് മറുപടിയുമായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ വെച്ചിട്ട് ഖുർആനും ഹദീസും വെച്ചിട്ടാണല്ലോ ഞാൻ വിമർശിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവരെനിക്ക് മറുപടി പറയേണ്ടത്. ഖുർആനായത്ത് ഇത് തെറ്റാണ്, ഇതല്ല ഇതിന്റെ അർത്ഥം, ഇത് ഇതിനകത്തില്ല, അവര് പറഞ്ഞത് കള്ളമാണ്, ഇങ്ങനെയല്ല ഇത്. എന്തേ പറയാൻ പറ്റാത്തത്? പറയാൻ പറ്റില്ല. അപ്പോ മിനു മുനീർ ചെയ്യുന്നത് കള്ളവും കപടവുമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നീട് അങ്ങോട്ട് അവർ മുസ്ലിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും ആ മുസ്ലിങ്ങളെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കുകയും സംവാദം നടത്തുകയും ചെയ്തിട്ടായിരുന്നു പിന്നീട് അവരങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇതുവരെ മുസ്ലിങ്ങളിൽ ആരും ഇസ്ലാമിനെ ഞാൻ പഠിച്ചതുപോലെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറയുന്നതല്ല ശരിയായ ഇസ്ലാം, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് മിനു മുനീർ മുന്നോട്ട് വന്നത്. മിനു മുനീർ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിനകത്തൂടെ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം ഖുർആനിനെതിരായിരുന്നു അവർ പഠിപ്പിക്കുന്നത്, ഹദീസുകൾക്കെതിരായിരുന്നു, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കെതിരായിരുന്നു. എങ്ങനെയാണോ സലഫി മൻഹജ്, മുൻകഴിഞ്ഞ ആളുകൾ എങ്ങനെയാണോ ഇസ്ലാമിനെ മനസ്സിലാക്കിയിരുന്നത്, അതിന്റെ നേർ വിപരീതമായിട്ടായിരുന്നു മിനു മുനീർ ഇസ്ലാമിനെ മനസ്സിലാക്കിയിരുന്നത്. ആദമിനെ മണ്ണുകൊണ്ടല്ല സൃഷ്ടിച്ചതെന്നും ആദമിനെ ഒരു കൊരങ്ങിൽ നിന്നാണ്, ഔറാങ്കുട്ടാനിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അത് ഖുർആനിനെതിരാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമ മിന തുറാബ്, ഖുർആനായത്തിനെതിരാണത്. ഖുർആൻ പറയുന്നത് എല്ലാവരും ആദമിൽ നിന്നും ആദം മണ്ണിൽ നിന്നും എന്നാണ്. ബലിക്ക് ഇവരെതിരാണ്. മൃഗബലി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു. അപ്പോ ഇവർ ഇസ്ലാമിനെ പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണെന്നും ഇവരുടെ വിശ്വാസത്തിൽ അടിത്തറയില്ലെന്നും അതിനൊരു ആത്മാർത്ഥതയില്ലാന്നും ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നും മുസ്ലിം പുരോഹിതരെ മനസ്സിലാക്കി ഇവരെ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം പർദ്ദ എന്തോ ആനയാണ്, മാങ്ങയാണ്, തേങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒടുവിൽ ഇവരിതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഗ്ലാമറസ് വേഷങ്ങളിൽ അഭിനയിച്ചതോടുകൂടി ഇവരുടെ ആത്മാർത്ഥത എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഡ്രീം സ്പോട്ട് വയനാടാ. എന്തിനാ മതം വെച്ച് നാട്ടിലൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്? വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. ഇതൊരു പ്രോബ്ലം ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ എന്തിനാടേ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു? എൻ്റെ കുഴപ്പമാണോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ഞാനെന്ത് പറയുന്നു എന്നതിൻ്റെ ഉത്തരവാദി ഞാനാ. നിങ്ങളെന്ത് മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഉത്തരവാദി ഞാനല്ല, നിങ്ങളാ. ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ എനിക്കൊന്നും പറയാനില്ല. മിനു മുനീർ എന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വരികയും പർദ്ദയും മക്കനെയുമാണ് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സുരക്ഷിതത്വവും ഈ വേഷത്തിനകത്ത്, അയ്യോ ഞാൻ എന്തുവാണ്, മുത്താണ്, ജെപ്പിയാണ്, മാങ്ങാത്തൊഴിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിച്ചെറിഞ്ഞിട്ടല്ലേ അവരിന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്, അല്ലേ? ശരി, വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ ഡ്രീം സ്പോട്ടെ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ മനസ്സിലാക്കൽ തിരുത്താൻ ഞാൻ ആളല്ല. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്തോ. അപ്പൊ അവരിപ്പോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ആ സുരക്ഷിതത്വത്തിന്റെയും ഇവര് പറഞ്ഞ സ്വാതന്ത്ര്യബോധത്തോടു കൂടിയുമാണോ? ആണോ? അവർ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് ഖുർആൻ ക്ലാസ് എടുത്തിരുന്ന ആളാ. അവർക്ക് ആ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്. 8-9 വർഷമായി ഒരു ചാനൽ തുടങ്ങിയിട്ട് അവർക്ക് 12K കണ്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയും ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവര് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് ഇസ്ലാമിനെ കുറിച്ച് അത്രയ്ക്കും മഹത്തായ കാര്യങ്ങൾ പറയുകയും ഇസ്ലാമിലേക്ക് വരിക മാത്രമല്ല ഖുർആൻ ക്ലാസുകൾ അങ്ങ് എടുക്കുവാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൽ വായോ സംവദിക്കാം. ഭയങ്കരമായ സംവാദങ്ങൾ അവര്. എന്നാൽ സംവാദത്തില്
അവരെ പ്ലിങ് ആക്കുന്നുണ്ട് ഒരാള്, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഉണ്ടായിരുന്നു, കണ്ടില്ല, എൻ്റെ ഉണ്ടായിരുന്നു. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികള് യഹോവ എന്ന് വിളിക്കുന്നു, മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യൻ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പറയൂ ലാ ഇലാഹ ഇല്ലാ യഹോവ പറയാൻ പറ്റുമോ, യാഹുവ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ കൂടി ഷഹാദത്ത് പറഞ്ഞ എന്താ പ്രശ്നം, പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവും യഹോവയും ഒന്നാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ക്രിസ്ത്യൻ പുരോഹിതൻ ഇങ്ങനെ ചോദിക്കുന്നത്. എത്ര ചോദിച്ചിട്ടും ഇവർക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലാ യാഹുവ എന്ന് പറ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയാം അള്ളാഹുവും യഹോവയും ഒരാളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വിഷയങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി പോകണം. ഇപ്പോ എന്നെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലാതെ നമ്മൾ പറഞ്ഞ ഒരു വിഷയത്തെ എടുത്ത് മർമ്മപ്രധാനമായി അങ്ങനെ എടുത്ത് വിമർശിക്കണം. ഒരു പക്ഷേ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം വീഡിയോകൾ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കത് മതിയാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യൂവേഴ്സിന്റെ ടൈം വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഇവര് ഒരിക്കൽ ഇതെന്തോ വലിയ വേഷമാണെന്ന് പറയുകയും മറ്റൊരിക്കൽ അത് വലിച്ചെറിയുകയും ചെയ്തപ്പോൾ അത് കാപഠ്യമാണ് എന്ന് തുറന്നു പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മീനു മുനീറിന്റെ ഒരു ഖുർആൻ ക്ലാസ് കേൾക്കേണ്ടതാണ്. കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്പം സ്പീഡൊന്ന് കൂട്ടുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹുവിന്റെ കൃപയും കരുണയും സമാധാനവും ഉണ്ടാകുമാറാട്ടെ. അടുത്ത ആഴ്ച ബലി പെരുന്നാൾ എന്നാണ് മുസ്ലിം സഹോദരങ്ങൾ ആചരിക്കാൻ പോകുന്നത്. ഞങ്ങൾ പുതു മുസ്ലിംസ് ഇസ്ലാമിലോട്ട് കടന്നു വന്നത് മുഹമ്മദ് നബിയുടെ മഹത്തായ സേവനങ്ങൾ തിരിച്ചറിഞ്ഞ് ആണ് ഞങ്ങൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയോട് അത്രത്തോളം സ്നേഹമുണ്ട് ഞങ്ങൾക്ക്, അത്രത്തോളം ബഹുമാനമുണ്ട് ഞങ്ങൾക്ക്. എന്നാൽ ഇസ്ലാമിൽ തന്നെ മുസ്ലിം സഹോദരങ്ങൾ തന്നെ മുഹമ്മദ് നബിയെ അപമാനിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ പഠിച്ച ഇസ്ലാം രക്തബലിയല്ല. ഞങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടാണ് ഇസ്ലാമിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. അത് മനസ്സിലായി. ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന ആദ്യത്തെ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ മനസ്സിലായി. ഞങ്ങളുടെ പരിശുദ്ധ പ്രവാചകനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. ഈ നബിയുടെ എന്ത് മഹത്വം കണ്ടിട്ടാണ് മഹദി ഇസ്ലാമിലേക്ക് വന്നത്. ഈ പ്രവാചകൻ ചെയ്ത എത്ര മാതൃകകൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്, പറയാമോ? പറയട്ടെ. എന്താണ് യഥാർത്ഥ ഇസ്ലാമിന്റെ മഹത്വമാണ്, വളരെ ലളിതമാണ്. മഹാന്മാരായ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി. ഒരു വലിയ ജനസമൂഹത്തെ തന്നെ അദ്ദേഹം നേർവഴിയിലാക്കി, ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും അദ്ദേഹം വഴി നടത്തി. വലിയ സേവനമാണ് പരിശുദ്ധ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന് നൽകി. നബി മക്കയിലായിരുന്നപ്പോഴുള്ള സമാധാനവും മദീനയിലായിരുന്നപ്പോഴുള്ള സമാധാനവും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഡ്രീം സ്പോട്ട്, അതെ, കണ്ടന്റ് ഓൺലി ഇസ്ലാം വിമർശനമായതുകൊണ്ട് ഓക്കെ, അതെ, അത് തന്നെയാണ്. നമുക്കറിയുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇസ്ലാം മത വിമർശനം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്തേ, വെറുതെ അല്ലല്ലോ വിമർശിക്കുന്നത്, വസ്തുതകൾ പറഞ്ഞിട്ടല്ലേ. നിങ്ങളതിന് മറുപടി പറ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളതിന് മറുപടി പറയപ്പാ. അതെന്താ പറ്റാതെ പോകുന്നത്? നിങ്ങൾക്കറിയില്ല. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ മുസ്ലിംസ് കൊണ്ടാടുന്നത്. അത് മിനു മുനീറിന് മാത്രം അറിയാം. പരിശുദ്ധ പ്രവാചകന് അറിയത്തില്ലാത്തതാണ് ഷിയ, സുന്നി, ബാക്കി നിൽക്കല്ല കുറെ സംഘടനകൾ. ഇതൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല, മുഹമ്മദ് നബിക്കും പരിചയമില്ല. നബിക്കും ഞങ്ങൾക്കും പരിചയമില്ല. ഓക്കെ. അള്ളാഹു കാരുണ്യവനാണ് എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മുസ്ലിം അള്ളാഹുവിന്റെ സങ്കല്പം തന്നെ മാറ്റിയിരിക്കുകയാണ്, രക്തബലിയും അങ്ങനെ പല പല അന്ധവിശ്വാസങ്ങൾ കൊണ്ട്. മനസ്സിലായോ? മൃഗബലി ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഇസ്ലാമിലേക്ക് വന്നത് എന്നേക്കാൾ കൂടുതൽ ഇസ്ലാമിന് പ്രഹരമേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ആ അന്ധവിശ്വാസങ്ങൾ ഞാൻ ഇവിടെ തുറന്നു പറയാൻ പോവുകയാണ്. ഇത് ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റുകയും പരിശുദ്ധ പ്രവാചകനെ ഇതുപോലെ അപമാനിക്കരുതെന്നും, ഇതുപോലത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധ പ്രവാചകനെ കൂടുതലും അപമാനിക്കുകയാണ്, കൂടുതൽ അവഹേളിക്കുകയാണ്. രക്തബലി എന്ന് വെച്ചാൽ അതൊരു സമർപ്പണമാണ്, കുർബാനയാണ്. ഒരു സാധു ജീവിയെ കൊന്ന് അതിന്റെ രക്തമൊഴുക്കലെല്ലാം അങ്ങനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. അത് അവിടെ എത്തത്തുപോലുമില്ല. അള്ളാഹു നിങ്ങളുടെ നേരെ മുഖം തിരിക്കും.
നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ ഒരു സാധു ജീവിയെ കൊന്ന് രക്തമൊഴുക്കിയല്ല നിങ്ങൾക്ക് പുണ്യം കിട്ടേണ്ടത്. എങ്ങനെയുണ്ട്? എത്ര മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കും? ഇസ്ലാമിലെ മൃഗബലിയെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതെ, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് മിനു കുര്യൻ എന്ന പേര് കേട്ടിട്ടാണ്. അവരിൽ അന്തർലീനമായ ഒരു മനുഷ്യത്വ ഗുണമുണ്ട്. സഹജീവികളെ നമ്മൾ സ്നേഹിക്കേണ്ടതാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ആ സ്ത്രീ ഇപ്പോൾ സംസാരിക്കുന്നത്. കഴുത്ത് നീട്ടിത്തരുന്ന സാധു മൃഗങ്ങളെ കഴുത്തറുത്തിട്ട് നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താനാണ് എന്നാണ് ചോദിക്കുന്നത്. കേട്ടോ, മഹാത്യാഗമാണ്, സമർപ്പണമാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നത്. അതൊരു കുർബാനയാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം എന്താണുള്ളത് അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ഈ ബലി പെരുന്നാളിന്റെ ഉദ്ദേശം. അല്ലാതെ സാധുക്കളായ മിണ്ടാപ്രാണികളായ ജീവികളെ കൊന്ന് രക്തമൊഴുക്കുകയല്ല. അതിലുമുപരി ഖുറാനിൽ ഒരു ശക്തമായ ആയത്തുണ്ട്, മറ്റുള്ളവർ ആരാധിക്കുന്ന ദേവരൂപങ്ങളെ നിന്ദിക്കരുത്. ഇന്ന് ഇന്ത്യയിലെ വലിയ ഭാഗം തന്നെ പശുവിനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഈ ഖുറാന് വിരുദ്ധമല്ലേ നിങ്ങൾ പശുവിനെ കൊല്ലുന്നത്, അതിന് രക്തമൊഴുക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, വിശുദ്ധ ബലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരുന്നാൾ ബലി എന്ന് പറയുന്നത് നിങ്ങളാൽ കഴിയുന്നത് സഹായം മറ്റുള്ളവർക്ക്. നിങ്ങൾ ഇനിയും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മിനു മുനീറിനോട് ചോദിക്കണം, നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കണം. കാരണം ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു വിഭാഗം, എല്ലാ ഹിന്ദുക്കളും ആണോ എന്ന് എനിക്കറിയില്ല, ഹിന്ദുക്കളിൽ ബീഫ് തിന്നുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ആരാധിക്കുന്നുണ്ട് പശുവിനെ. അതുകൊണ്ട് ഇവര് ബീഫൊന്നും കഴിക്കില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവർ പറയുന്നു അവർ ആരാധിക്കുന്നതല്ലേ, അപ്പം അതിനോടുള്ള നിന്ദയല്ലേ, എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പോലെ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാം. ഇപ്പോൾ ഈ കോവിഡ് വ്യാപകമായിരിക്കുന്ന ഈ സമയത്ത് എന്തോരം ആൾക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഫർണിച്ചറുകളോ, കുട്ടികൾക്ക് ഒരു ടാബ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ പഠിക്കാനായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഓൺലൈൻ ആയതുകൊണ്ട് മൊബൈല്, അതുപോലെ തന്നെ ബുക്സ്, അങ്ങനെയൊക്കെ വാങ്ങിച്ച് മറ്റുള്ളവരെ സഹായിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സാധു ജീവിയെ കൊന്ന് ജീവൻ രക്തമൊഴുക്കി അല്ല. ഇസ്ലാമിനെ ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയാണിത്, മനസ്സിലായ? കഴുത്ത് നീട്ടിത്തരുന്ന സാധു മൃഗങ്ങളുടെ കഴുത്തറുക്കുമ്പോൾ നിങ്ങളുടെ കാരുണ്യവാനും നീതിമാനുമായ പടച്ച റബ്ബ് നിങ്ങളിൽ പ്രസാദിക്കുന്നെങ്കിൽ അതൊരിക്കലും കാരുണ്യവാനല്ല, ഒരു വലിയ സന്ദേശമാണ് മിനു മുനീർ മുസ്ലിങ്ങൾക്ക് നൽകുന്നത്. ഓരോ മഹലും തന്നെ തീരുമാനിക്കേണ്ടതാണ്. അതാണ് സാധു ജീവികളെ കൊല്ലുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഒരു പോത്തിന് എത്ര കാശാണെങ്കിൽ ആ കാശ് നിങ്ങൾ പാവങ്ങളെ സഹായിക്കുക. അതാണ് ആവശ്യമാണ് താത്ത പ്യൂർ വെജിറ്റേറിയൻ ആയി മാറിയത്. സഹായിക്കുക. അന്ന് മക്കയില് പോത്തിനെ അറുത്തിരുന്നു. അത് അന്ന് ദാരിദ്ര്യമുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി വെട്ടിയിരുന്നു, ശരിയാണ്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ അത്ര നല്ല ദാരിദ്ര്യമൊന്നുമില്ല മാംസം വെട്ടി പങ്കുചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഒരു കല്യാണം നടക്കാനാണെങ്കിലും ഒരു കുട്ടി ജനിച്ചാലായാലും ഹജ്ജിനായാലും അറവ്, അതും മറ്റ് ജീവികളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ്. ഇത്രയും വലിയ കൊടും ക്രൂരത നിങ്ങൾ ചെയ്യുന്നത്. ഒരു പശുവിന്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റൊരു പശുവിന്റെ കഴുത്തറക്കുമ്പോൾ മറ്റുള്ള പശുക്കളെല്ലാം നടുങ്ങി വിറക്കുകയാണ്. അള്ളാഹു കാരുണ്യമാണ്. അള്ളാഹുവിന്റെ സങ്കല്പം തന്നെ നിങ്ങൾ മാറ്റുകയാണ്. മനസ്സിലായോ ആഷിഫ? മനസ്സിലായോ ഇവരെന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ഇസ്ലാം ചെയ്യുന്നതല്ലേ എന്ന്. അനിമൽസിനെ അറുക്കുന്നതിനോട് ഞാനും യോജിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. ഈ സാധു മൃഗങ്ങളെ അറുക്കുന്നത് എന്തിനാ? ഇന്ന് ഭക്ഷണത്തിന് വേണ്ടിയാണോ? അള്ളാഹുവിനെ പ്രസാദിപ്പിക്കാനല്ലേ? അല്ലേ? നമ്മൾ ചെയ്യുന്ന പാപം പൊറുക്കാൻ ഒരു തെറ്റും ചെയ്യാത്ത സാധു മൃഗങ്ങളെ പിടിച്ച് ബലിയറുക്കുമ്പോൾ ആ സൃഷ്ടാവ് നിങ്ങളുടെ പാപം പൊറുക്കുമെങ്കിൽ ആ സൃഷ്ടാവ് കാരുണ്യവാനാണോ? അലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഏതൊരു മനുഷ്യനും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ ഏറ്റെടുക്കില്ല, മൃഗങ്ങളെ ഏറ്റെടുക്കുമല്ലേ? മിനു മുനീർ നൽകുന്നത് ഏറ്റവും വലിയൊരു സന്ദേശമാണ്. അള്ളാഹുവിനെ ഇതിൽ കൂടുതലായിട്ട് വിമർശിക്കാനേ ഇല്ല. ഒരു ക്രൂരനായ അള്ളാഹുവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഇസ്ലാമിനകത്ത് നിന്നിട്ട് പർദ്ദയും മക്കനെയും ഇട്ട്
ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ധീരയായ സ്ത്രീയാണ് മിനു മുനീർ. നബി പഠിപ്പിച്ചിട്ടില്ല, നബി ഉറുമ്പിനെ പോലും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഒരു പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് വന്നതിന് ഇപ്പൊ മനസ്സിലായില്ലേ ഇവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തന്നെയാണ് വന്നതെന്ന്. യുദ്ധങ്ങളെ കുറിച്ചും പ്രവാചകൻ അറുത്ത തലകളെ കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ടാണ് ബാലുശ്ശേരി അടക്കം പറയുന്നത്. എന്റെ പ്രവാചകൻ 1000 തലകൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ നന്മയാണ് എന്നാണ് ബാലുശ്ശേരി അടക്കം പറയുന്നത്. ബാലുശ്ശേരിക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു കുര്യൻ താത്ത. ശരി പറഞ്ഞാണ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞുണ്ട്. ഒട്ടകം ക്ഷീണിച്ചപ്പോൾ അയാളെ വഴക്ക് പറഞ്ഞാണ് നബി. അപ്പോൾ നബി പറയോ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ വെട്ടി വെട്ടി രക്തക്കളമാക്കണമെന്നൊക്കെ? നിങ്ങൾ തന്നെ ചിന്തിച്ചോളാം. ഉൽഹിയത്ത് അതിന്റെ റിയൽ അർത്ഥം എന്ന് വെച്ചാൽ സമർപ്പണം അല്ലെങ്കിൽ മഹാത്യാഗം. മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. മിണ്ടാപ്രാണിയെ കൊല്ലുന്നത്, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് മറ്റുള്ളവർ ആരാധിക്കുന്ന പശുക്കളെ, ഒരുപാട് പേര് മിണ്ടാപ്രാണികളെ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. അവരെ ദയവ് ചെയ്ത് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് നിർത്തലാക്കുക. ഇതൊന്നും പരിശുദ്ധ പ്രവാചകന് അറിയില്ല. അതുപോലെ തന്നെ അടുത്ത അന്ധവിശ്വാസമാണ് കുളിക്കുമ്പോൾ സുന്നത്ത്. കുളിക്കുമ്പോൾ അവരെടുത്ത് മറിച്ച് കുളിക്കുക. ബാത്റൂമിൽ കുളിക്കുമ്പോൾ തുണി എടുത്ത് കുളിക്കണം. ആലോചിക്കണം, ഇതൊക്കെ ഇസ്ലാം മത നിയമമാണ്. ഇതിന്റെയൊക്കെ കടക്കൽ കത്തി വെക്കുവാണ്. ഔറത്ത് പർദ്ദയും അക്കനെയും സോക്സും ജട്ടിയും റായും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു മനുഷ്യന് കുളിക്കാൻ പറ്റുമോ? അങ്ങനെ കുളിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ചേച്ചി അതിന് ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ എന്ന് ഒരു വ്യക്തിയുടെ പ്രഭാഷണം ഞാൻ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. പണ്ട് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞിരുന്നു അവർക്ക് മറിച്ച് കുളിക്കാൻ. അന്ന് പബ്ലിക്കായിട്ടാണ് എല്ലാവരും കുളിച്ചിരുന്നത്. ചെറിയ മറകളൊക്കെ ആയിരുന്നു. അപ്പൊ ആ മറകൾക്കുള്ളിൽ കൂടെ നമുക്ക് കാണാമായിരുന്നുകൊണ്ടാണ് തുണി കൊടുത്ത് കുളിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ലോകം മാറി, ഇന്ന് ലോകം പരിഷ്കൃതമായി. അപ്പൊ അതിനൊത്ത് നമ്മൾ മാറണം. നമ്മൾ പഴയതും കൊണ്ട് ഇപ്പോഴും അതുപോലെ ജീവിക്കരുത്. അല്ലാഹുവാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ തുണി ഉടുത്ത് വേണം കുളിക്കാനും. തുണി ഉടുത്ത് കുളിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് ലജ്ജയാകുന്നു. എത്ര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പുതിയ തലമുറയെ നശിപ്പിക്കുന്ന. വർഷങ്ങളായി ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് മിനു മുനീർ ഇസ്ലാമിനകത്ത് നിൽക്കുന്നു എന്ന രൂപത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത്. ഇങ്ങനത്തെ പ്രഭാഷണങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം അള്ളാഹുവാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്. അള്ളാഹുവിന് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വായിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ മുഴുവൻ സ്കാൻ ചെയ്യാൻ അള്ളാഹുവിന് കഴിയില്ലേ? ഹൃദയത്തിനകത്തുള്ളത് അറിയുന്ന പടച്ചോന്റെ മുമ്പില് തുണി ഉടുത്ത് കുളിക്കേണ്ടതുണ്ടോ? നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ, വലിപ്പവും ചെറുപ്പവും ഒക്കെ പടച്ചോൻ അറിയില്ല എന്നാ ചോദിക്കുന്നേ. ഇതിൽ പരം ഒരു നിരീശ്വരവാദം വേറെ ഉണ്ടോ? ആദ്യത്തെ സൃഷ്ടിച്ചപ്പോ അള്ളാഹുവിന് ലജ്ജ ഉണ്ടായില്ലേ? ചോദ്യം. എല്ലാ ജീവജാലങ്ങളും തിരുവടുത്താണോ ജീവിക്കുന്നത്? മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതല്ലേ? അതുപോലെ തന്നെ ആദത്തിനെ ആദ്യം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ആദം ഉറങ്ങിക്കിടന്നപ്പോൾ ആദത്തിന്റെ ഭാര്യയിലാണ് ഹൗവ എന്നാണ് ബൈബിളിൽ പഠിപ്പിക്കുന്നത്. ഇതെനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആക്കി. എന്തെന്നാണ്, ആദവും ഹൗവയും കല്യാണം കഴിച്ചു. ഓക്കെ, അവർക്ക് 2 കുട്ടികളുണ്ടായി, അബേലും കയലും. അപ്പോൾ ആദ്യത്തെ മനുഷ്യനാണല്ലോ ആദവും ഹൗവയും. അപ്പൊ അവർക്ക് ആദ്യമായിട്ടുണ്ടായ കുട്ടികളാണ് അബേലും കായലും ഇല്ലേ? അപ്പോൾ ഈ അബേലും കായലും ആരെയാണ് കല്യാണം കഴിച്ചത്? അവർക്ക് എങ്ങനെ കുട്ടികളുണ്ടായി? അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാൽ ഖുർആൻ വായിച്ചപ്പോഴാണ് അത് സത്യം മനസ്സിലായത്. ശരിക്കും മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് പറഞ്ഞത് മനുഷ്യക്കുരങ്ങിൽ നിന്നും പരിണാമപ്പെട്ടതാണ് എന്ന് ഖുർആനിലുണ്ടോ? ഖുർആനില് പറയുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. ആരിൽ നിന്ന്? മനുഷ്യക്കുരങ്ങിൽ നിന്ന്. ഓറംഗുട്ടാൻ എന്നൊരു മനുഷ്യക്കുരങ്ങുണ്ട്. അപ്പോ ഇവിടെ ഒരു അറാങ്കുട്ടനെ കൊണ്ടുവന്നു. അല്ല, ഖുർആൻ ഇവർ വായിച്ചിട്ടില്ല, ഇവർക്ക് ഖുർആൻ അറിയില്ല. ഏതോ പുസ്തകം വായിച്ചു, അതല്ലെങ്കിൽ ആരോ ട്യൂഷൻ കൊടുത്തു. ഈ വിഷയം കേട്ടോ. ബാക്കിയൊക്കെ അവർ പറയുന്നത് കാര്യമായിട്ടുള്ള വസ്തുതകൾ ഉണ്ട് അതിൽ. കാരണം അതൊക്കെ ഇസ്ലാം മത വിമർശനങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഏതൊരു സാധാരണ വ്യക്തിക്കും ഉദിക്കുന്ന സംശയങ്ങൾ തന്നെയാണ്. പടച്ചോ നമ്മളെ കണ്ടിട്ടില്ല, പിന്നെ പടച്ചോനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി കൊടുക്കുന്ന എന്തിനാ? ചോദ്യം. പടച്ചോൻ സൃഷ്ടിച്ച മൃഗങ്ങൾ അതിൻ്റെ കഴുത്തറുത്ത് എനിക്ക് ബലി തരിക, നിങ്ങൾ തന്നെ തിന്നോ, എന്നാൽ ഞാൻ നിങ്ങളുടെ പാപം പുറത്തു തരാം. ഇതൊക്കെ ഏതാശയങ്ങളാണ്. നല്ല വലിയൊരു ആശയമാണ് അവർ വെച്ചത്. പക്ഷേ ഖുർആൻ പറയുന്നത് കുല്ലുക്കും മിൻ ആദം വാദം മിന തുറബ്, ആദം മണ്ണിൽ നിന്നാണ്. ഒരു അറാങ്കുട്ടനെയും കുറിച്ചിട്ട് ഖുർആൻ പറയുന്നില്ല.
ഇവര് സയൻസിലേക്ക് പോയതായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കൂ, ഈ മനുഷ്യക്കുരങ്ങിന് ഇവര് എവല്യൂഷൻ തിയറി എവിടെയോ കണ്ടിട്ടുണ്ട്, അതിനെ സംബന്ധിച്ചിട്ട് എന്തോ ഉള്ളിൽ കിടപ്പുണ്ട്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. മനുഷ്യനുമായിട്ട്, നമ്മൾ ഇപ്പോഴത്തെ ഹ്യൂമൻ ബീങ്ങുമായിട്ട് 2% വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ മനുഷ്യക്കുരങ്ങുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞു വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യക്കുരങ്ങാണ് ഓറംകൂട്ടാൻ. അപ്പം ഈ ഓറംകൂട്ടാൻ എന്ന ഈ മനുഷ്യക്കുരങ്ങിൽ നിന്നാണ് പരിണാമപ്പെട്ട ഇന്ന് മനുഷ്യനെ തെരഞ്ഞെടുത്തു. അള്ളാഹു തെരഞ്ഞെടുത്തിട്ട് ജ്ഞാനവും വിവേകവും ആത്മാവും ഒക്കെ കൊടുത്തു. അതുപോലെ തന്നെ ഹവ്വയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ ആദാമിന്റെ ഭാര്യയല്ല. ഖുർആന്റെ അധ്യായം 4:124 ഇങ്ങനെയാണ്: ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാരായാലും അവർ സ്വർഗത്തിന് അർഹരാണ്. ആണോ പെണ്ണോ ആരായാലും സത്യവിശ്വാസിയായിക്കൊണ്ട്. ഇതാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കുമല്ലോ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, സ്ത്രീയെ സൃഷ്ടിച്ചത് വളരെ പ്രത്യേകതയോടുകൂടിയാണ്. അവിടെ നിൽക്ക്. ആണോ പെണ്ണോ, ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് മനുഷ്യനെ ആകെ വലയ്ക്കുന്ന ഒരു വിഷയമാണ്. ചേകനൂർ മൗലവിയും വാദിച്ചിരുന്നു, ഖുർആനിൽ സർവ മത സത്യവാദമുണ്ടെന്ന്. എല്ലാ മതങ്ങളും സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു ആശയം ഖുർആനിൽ ഉണ്ട് എന്നാ പറഞ്ഞു. ഖുർആനിൽ ചെറിയ ഒരു അധ്യായമുണ്ട്, കാലം. അൽ അസുർ എന്നാണ് പറയുന്നത്, കാലം. അതിനകത്ത് അല്ലാഹു വൽ അസുർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മുഴുവൻ മനുഷ്യരും നഷ്ടകാരികളാണ്, ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ, വതവാസൗ ബിസ്വബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ. ആ സത്യം എന്താ? അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം. ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാഹുവിലും വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വസിക്കണം. ഇത് രണ്ടും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വാസിയായില്ലേ? അവൻ മുസ്ലിമായില്ലേ? അപ്പോ മുസ്ലിമായി കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ട് എന്നല്ലേ ഖുർആന പറഞ്ഞത്. ഇനി അവര് പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വായിച്ചു തരാം. അവര് പറഞ്ഞത് 4-ാം അധ്യായമല്ലേ, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ഖുർആനില്. ഇത് എടുത്താൽ മതി, ഖുർആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനാണ്. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 124. വമൻ യഅമൽ മിനസ്വാലിഹാത്ത്, ആരാണോ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണോ പെണ്ണോ, വഹുവ മുഅ്മിൻ, സത്യവിശ്വാസിയായിക്കൊണ്ട്. സത്യവിശ്വാസിയായിട്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ട് ആര് സൽക്കർമ്മം ചെയ്താലും ശരി, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ യുളമൂന നഖീറ, ഒരു തരിമ്പും അനീതി അവർക്ക് മേലുണ്ടാകുകയില്ല. ഇത് അകപ്പാടെ മനുഷ്യനെ വലയ്ക്കുന്ന ഒരു ആശയമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചോ, മുസ്ലിമായില്ലേ? എന്നിട്ട് സൽക്കർമ്മം പ്രവർത്തിച്ചോ, മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നതായില്ലേ? എന്നാ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന്. അല്ലാതെ നിങ്ങൾ ഏതു വിശ്വാസിയായിരുന്നാലും ശരി, സൽക്കർമ്മം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്നല്ല പറഞ്ഞത്. ബാലുശ്ശേരി പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? മത്തി ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? ഒരാളുടെ പേര് ഗോപാലൻ നായർ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, ദാനധർമ്മം ചെയ്തു, സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാരണം എന്താ? അറ്റം പോയിട്ടില്ല, പേര് ഗോപാലൻ നായർ എന്നാണ്. വേറൊരാൾ എത്ര വലിയ സൽക്കർമ്മം ചെയ്താലും ശരി, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നാണ് ആള് വിളിക്കുന്നത്. എങ്ങനെ അയാൾക്ക് സ്വർഗം കിട്ടുക? കാര്യം ക്ലിയർ അല്ലേ? മുസ്ലിമായി കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ അള്ളാഹു സ്വർഗം തരും. മുനീർ മനസ്സിലാക്കിയത് തെറ്റിപ്പോയതാണ്. ആ സ്ത്രീക്ക് സഹായിയായിരിക്കാനാണ് പുരുഷനെ നിയമിച്ചിരിക്കുന്നത്. എന്തെന്നാൽ സ്ത്രീക്ക് ഗർഭപാത്രം കൊടുത്തു, സ്ത്രീക്ക് മുലയൂട്ടാനുള്ള കൃപ കൊടുത്തു. അങ്ങനെ സ്ത്രീക്ക് സഹായിയായിരിക്കാനാണ് പുരുഷനായിരിക്കുന്നത്. പല പുരോഹിതന്മാരും പൊളിറ്റീഷ്യൻസ്മാരും രാജാക്കന്മാരും എല്ലാം അത് തിരുത്തിമറിച്ച് സ്ത്രീകളെ വെറും അടിമകളാക്കി മാറ്റി. അവർക്ക് പള്ളിയിൽ
ഏത് രാജാക്കന്മാര്? രാജാക്കന്മാരവിടെ നിൽക്കട്ടെ താത്ത, രാജാക്കന്മാർ ഇത് നമുക്ക് മാതൃകയല്ലല്ലോ. നിങ്ങൾ ഈ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇസ്ലാം സ്ത്രീകളെ കൃഷിയിടമെന്നാണ് പറഞ്ഞത്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാശിഉത്തും. പുരുഷന്മാരെ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 223-ാമത്തെ വചനം. പോലും കയറാനുള്ള അനുവാദം കൊടുത്ത് അവർ റദ്ദാക്കി. ഇന്നും പള്ളിയുടെ ഒരു കോണിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിന് അങ്ങനെയൊന്നും ഇല്ലെന്ന് ഇപ്പോൾ ഈ ഒരു ആയത്തിൽ മനസ്സിലായി. ആരായാലും സത്യവിശ്വാസികളാണോ? അല്ല, പടച്ചോൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഖുർആൻ വചനം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ കൃഷിയിടമാണ്. സ്ത്രീകളെ പുരുഷന്മാരോട് പറഞ്ഞത് അടിക്കാനാ 4-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ. ശരി, അത് നോക്കുന്നത് ആരാണ്? ധർമ്മനിഷ്ഠർ. അതാണ് അല്ലാതെ നോക്കുന്നത്. അപ്പോൾ ആരാണ് ഈ സ്ത്രീയെ ഒരു അടിമയാക്കി മാറ്റിയത്? വളരെ അത്ഭുതങ്ങളോട് സൃഷ്ടിക്കപ്പെട്ട ഈ സ്ത്രീയെ ആരാണ് അടിമകളാക്കിയത്? അവർക്കും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അവരെയും അല്ലാഹു തിരഞ്ഞെടുത്താണ്. 4-ാം അധ്യായമായ സൂറത്ത് നിസായിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, പുരുഷനോട് നിങ്ങള് പെണ്ണുങ്ങളിൽ നിന്നേ ഈ 2, 3, 4 ഒക്കെ അങ്ങ് കെട്ടിക്കൂടെ. പഠിച്ചു പറയാ ഖുർആനില്, നിങ്ങൾ എത്ര വേണമെങ്കിലും കെട്ടിക്കോ. ഈ 2 വേണോ? ഇമാം അത്തുബരി പറഞ്ഞത് 18. ഒറ്റ തവണ 2x2 4 അടുത്ത തവണ 3x3 9 അടുത്ത തവണ 4x4 ഇത്രയും കെട്ടിക്കൊള്ളാൻ ഒന്നും പറയണ്ട. എത്ര വേണമെങ്കിലും കെട്ടാൻ ഖുർആനിൽ വചനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കൃഷിയിടങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ന് കേരളത്തിൽ മാത്രമുള്ളൂ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് സ്ഥലങ്ങളിൽ പെണ്ണുങ്ങളെ വളരെ കറുത്ത ഡ്രസ് ഇട്ട് മക്കനെല്ലാം മൂടി ഇങ്ങനെ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഇരുന്നൂടെ. ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇവരുടെ തന്നെയാണ്. എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കല്ല ഈ വേഷത്തിൽ. അതെ അതെ, കളർഫുൾ ആയിട്ടുള്ള വേഷങ്ങളൊക്കെ കക്ഷിയിട്ടിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണ് മലപ്പുറം, കോഴിക്കോടൊക്കെയുള്ള സ്ഥലങ്ങളിലല്ലേ. ഇവരാദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, അപ്പം തന്നെ വേഷം നോക്കിയേ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? മലപ്പുറത്തൊക്കെയുള്ള ആളുകളെ എന്ത് ബുദ്ധിമുട്ടാണ്. അവർ ഫ്രീ ആയിട്ട് അവർ ഭാരത സ്ത്രീകളെ പോലെ തന്നെ അവർ മാന്യമായ ഡ്രസ് ധരിക്കുക, അവരെ വിശ്വസിക്കുക. പുരുഷന്മാർക്ക് വിശ്വാസമില്ലായ്മ കൊണ്ടാണ് അവരെ ഇങ്ങനെ പതിഞ്ഞു മുട്ടിക്കൊണ്ട് നടക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു ജ്വല്ലറി, ആ ജ്വല്ലറി നിറച്ചും ആഭരണങ്ങളാണ്. അപ്പോൾ ഒരു കള്ളൻ റോഡിൽ നിന്ന് അയാൾ നോക്കുന്നു, ആ ജ്വല്ലറി നോക്കുന്നു. അപ്പോൾ എന്തോ ഒരു സ്വർണ്ണങ്ങളാണ്, എനിക്കൊന്ന് മോഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ മോഷ്ടാവിന് ആ ജ്വല്ലറി കയറാൻ പറ്റുമോ? പറ്റില്ല. ഇനി എന്നും ഈ മോഷ്ടാവിന് ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജ്വല്ലറി അടയ്ക്കാൻ പറ്റുമോ? ജ്വല്ലറി മൂടുവോ? ഇല്ല. ഇതുപോലെയാണ് നമ്മളുടെ മനസ്സാണ് അള്ളാഹു നോക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് നിങ്ങൾ മാന്യമായി ഡ്രസ് ധരിച്ച് എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. ശരി, മറ്റുള്ളവരുടെ ചിന്താഗതി അത് അള്ളാഹുവിനോട് അവർ കണക്ക് പറയേണ്ടി വരും. നമ്മളുടെ മനസ്സ് വളരെ യാഥാർത്ഥ്യമാണ് അവർ പറഞ്ഞത്. ഒരു പട്ടിക്ക് പിടിച്ചാൽ പട്ടിയല്ലേ പൂട്ടിയിടേണ്ടത്, നമ്മളെല്ലാവരും പൂട്ടണം. പുരുഷന്മാർ സ്ത്രീകളെ കണ്ടാൽ അവർക്ക് വൈകാരികതയുണ്ടാകും, അവർ കയറി പിടിക്കും, ബലാത്കാരം ചെയ്യുമെന്നും പറഞ്ഞ് പെണ്ണുങ്ങൾ മൂടണമെന്ന് പറയുന്നത് എവിടത്തെ നിയമമാണ്? താത്ത മൂടി കേട്ടോ ഇസ്ലാമിലായപ്പോ. നമ്മളാരെയും വശീകരിക്കുന്നില്ല. വരൂ, നമ്മളാരെയും വിഭജിക്കാൻ വശീകരിക്കുന്നില്ല. നമ്മൾ മാന്യമായ ഡ്രസ് ഇട്ട് പോവാം. മറ്റുള്ളവർ അവരെ കണ്ട് തെറ്റായി തോന്നണമെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കാണ്. 100 വട്ടം ശരിയാണ്. സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലാവർക്കും, ജനാധിപത്യ രാജ്യമായവിടെ എല്ലാവർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. ആരും ആരുടെയും അടിമയല്ല. ഇതേപോലെ അന്ധവിശ്വാസങ്ങളെല്ലാം അവരുടെ തലയിൽ വെച്ച് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. കുറച്ച് സമ്പന്നരായ മുസ്ലിംസ് മാത്രമാണ് പർദ്ദയൊക്കെ ഇട്ട് കാറിൽ കയറി അങ്ങ് പോയാൽ മതി, AC കാറിൽ, ഒരു കുഴപ്പമില്ല. എന്നാൽ സാധുക്കളായ മുസ്ലിംസ് അവരിപ്പോൾ പാടത്ത് പണിയാണെങ്കിൽ അവർക്ക് പർദ്ദയിട്ട് ഇത് ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഇതൊക്കെ നമ്മൾ കുറെ ചിന്തിക്കേണ്ടതുണ്ട്. മാന്യമായ വസ്ത്രം, യെസ്, പർദ്ദ ഇറ്റ് ഇസ് ഗുഡ്, ഇറ്റ്സ് നല്ല കംഫർട്ടബിൾ ഡ്രസ്സാണ്. പക്ഷെ അത് നല്ല കളർഫുൾ ആയിട്ട് ഡ്രസ് ഇട്ടുള്ളൂ. കളർഫുൾ ആയിട്ട് ഡ്രസ് ഇടുക. ലോങ് ഡ്രസ് ആണ്, ഓക്കെ. ചുരിദാർ എന്തായിട്ടാ കുഴപ്പം? ചുരിദാർ ഫുൾ കവേർഡ് അല്ലേ? ചുരിദാർ ഇട്ടിട്ട് ഷാൾ ഇടുക. എത്ര പേര് അങ്ങനെ ചെയ്യും?
ഈ കറുത്ത വസ്ത്രം ധരിച്ച് ഇങ്ങനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വെച്ചാൽ അവരെല്ലാം പരിഹാസ്യമാണ് ചെയ്യുന്നത്. എന്താണ് മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തെ കാൽ വെച്ച് കയറുക. കാരണം ബാത്റൂമിൽ പിശാചത്രേ, ഷെയ്ത്താനുണ്ടത്രേ. ഷെയ്ത്താനെ കുറിച്ച് എന്താ അറിയാവുന്നത്? താത്ത ഇപ്പൊ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? പർദ്ദ, ചുരിദാറ്, ആകെ മറയുന്ന വേഷങ്ങൾ നിങ്ങൾ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊക്കെ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും വല്ലം പുള്ളിക്കാരനാണ്. ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ട് ഓടി പോരെ താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് കുമാർ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വെരി ജെന്യൂൻ പേഴ്സൺ ഹി വാസ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു പുള്ളിക്കാരനടുത്ത്. അപ്പം ഞാൻ വെച്ചാൽ പുള്ളിക്കാരനടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്. കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. ആദ്യം അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെങ്കിലും പകർത്താനൊന്ന് ശ്രമിക്കണ്ടേ? ഷെയ്ത്താൻ ഇസ് എ നെഗറ്റീവ് എനർജി. ഷെയ്ത്താൻ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ പോലെ എല്ലാ കഴിവുകളും ഷെയ്ത്താനുണ്ട്. അപ്പം ഷെയ്ത്താൻ അല്ല അടിപൊളിയായിട്ട് നല്ല ഏസുറൂമിലൊക്കെ കഴിയുന്ന ഒരാളാണ് ഷെയ്ത്താൻ. ഇന്നലെ നിങ്ങളിൽ എത്ര പേരെന്റെ ലൈവ് കണ്ടെന്നറിയില്ല. പിശാചിനെ സംബന്ധിച്ച് രാത്രി പറഞ്ഞിരുന്നു. 11 മണിക്കുള്ള ലൈവില് അള്ളാഹുവിനെയും ഇബ്ലീസിനെയും കമ്പയർ ചെയ്ത് ഖുർആനിൽ നിന്നാണ് ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. നിങ്ങളൊക്കെ കേട്ടില്ലേ? അന്ന് സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഇബ്ലീസ് ഇന്ന് AC-യിലാണ്. ഇബ്രാഹിം നബി തൻ്റെ മകനെ ബലിയെറുക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇരുന്ന അതേ സ്ഥലം ഇപ്പൊ വളർന്നു കേട്ടോ. പിശാജ് ഒരുപാട് അന്ന് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരുപാട് അടി ഉയരെയായി. പിശാജെ ഇവരെറിയും തോറും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു പിശാജ്. AC-യിൽ നിന്ന് പിശാജിനെ എറിയുന്നു. കണ്ടോ, ഇവര് മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കുവാണ്. എല്ലായിടത്തും വ്യാപകമാണ്. അള്ളാഹുവിനെ പോലെ തന്നെ കഴിവ് ശൈത്താനും ഉണ്ടെങ്കിൽ ഒരിക്കലും ശരിയാണ് ഇവര് പറയുന്നത്. അള്ളാഹു സൃഷ്ടിക്കും, അള്ളാഹു സംഹരിക്കും, അള്ളാഹു വഴിതെറ്റിക്കും, അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും, അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അള്ളാഹു ഈ ലോകം അലങ്കാരമായി തോന്നിക്കും. ഇതെല്ലാം പിശാചിൻ ചെയ്യും. മരിച്ചവരെ ഉയർപ്പിക്കാനൊന്നും ശൈത്താന് സാധ്യമല്ല. നമ്മൾക്ക് സ്വർണം തരാൻ പറ്റും, കാശ് തരാൻ പറ്റും, പദവി തരാൻ പറ്റും. ആർക്ക്? അഭിഷേകിൻ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? ഇയാൾ ഫേക്കായിരിക്കും. ഫേക്കുകളോട് സംസാരിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ വിചാരിച്ചതാ. എടാ, മക്കയിലെ കഅബയിലെ പിശാചിനെ എറിയുന്ന ഒരു സ്ഥലമുണ്ട്, നീ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജംറയിലെ കല്ലേറ്. നീ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജംറയിൽ കല്ലെറിയുന്ന പിശാച് എത്ര അടി ഉണ്ടായിരുന്നെന്നും ഇന്ന് എത്ര അടി ഉള്ളെന്നും ഒന്ന് നോക്കിക്കേ. എത്ര അടി ഇപ്പോൾ ഉയർച്ചയിലേക്കാണ് ഇബ്ലീസ് പോയതെന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് വന്ന് സംസാരിക്കും. ശൈത്താൻ എന്നാൽ അത് താൽക്കാലികം മാത്രം. അള്ളാഹു നമുക്ക് തരുന്നത് പെർമനന്റ് ആണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. പിശാചിന് അല്ലെങ്കിൽ LTL ഇനിയും ഇതേ കോപ്പി പേസ്റ്റ് ഇവിടെ ഇടരുത്. ഇട്ടാൽ നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. നീ പറയുന്നു ഈ ടീച്ചർ ഒരുപാട് കളവ് പറയുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു. നിന്നോട് പലരും മെസ്സേജ് അയച്ച് കമന്റ് ചെയ്ത് പറയുന്നുണ്ട്, ഒരു കളവെങ്കിലും നീ ഒന്ന് തെളിയിക്കുന്നു. ഒരു കളവെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് എൻ്റെ ഈ ലൈവിൽ വന്നിട്ട് കമന്റ് ഇടാൻ പറ്റില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യും. ഒരുപാട് കളവ് പറയുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ലേ പറയുന്നത്. ഒരു കളവ് പറയാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഒരൊറ്റ കളവ് അത് പറയാൻ പറ്റില്ലെങ്കിൽ ഇനി ആ കമന്റ് ഇവിടെ പേസ്റ്റ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ കയറിയിരിക്കേണ്ട ആവശ്യം എന്താണ്? ചോദ്യം. നിങ്ങൾ എന്താണ് വിചാരിക്കാൻ? ശൈത്താൻ നിങ്ങൾ കൊമ്പക്കൊട്ടുള്ള വൃത്തിവിട്ട മനുഷ്യനാണെന്നോ? ഒരിക്കലല്ല. ബൈബിളിൽ തന്നെയുണ്ട്, പ്രകാശപൂർണമായിട്ടാണ് ശൈത്താൻ നമ്മളെ സമീപിക്കുന്നത്. വളരെ പിശാചിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പിശാച് പിശാച് ബാത്റൂമിനകത്ത് വന്നിരിക്കുന്ന ആളല്ല. പ്രകാശപൂർണമായിട്ട് അള്ളാഹു നമ്മളെ സമീപിക്കുന്നു. ഓക്കെ, ഹാൻസം ആണ്, ഒരു ഹാൻസം മാൻ ആയിട്ട് അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു ലേഡി ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ ശൈത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുപോലെ തന്നെ നഖം വെട്ടുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇടത്തോട്ട് വെട്ടുക, റൈറ്റ് സൈഡിൽ നിന്ന് ഇടത്തോട്ട് പോവുക, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം വെറും അന്ധവിശ്വാസം മാത്രം. ഇതൊന്നും നബി പഠിപ്പിച്ചിട്ടില്ല. നഖം വെട്ടേണ്ടത് ഹദീസ് ഒന്നും പുള്ളി കണ്ടിട്ടില്ല കേട്ടോ. പുള്ളിയുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് അങ്ങ് തള്ളി മറിക്കുവാണ്.
നമ്മളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണ് കൈ മുറിയാതെ വെട്ടിക്കൊള്ളുക, സൂക്ഷിച്ച് കൈനഖം വെട്ടിക്കൊള്ളുക, ഇതാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ മുസ്ലിം സഹോദരർ തുടച്ചു മാറ്റുക തന്നെ വേണം. കാരണം ഞങ്ങൾ പഠിച്ച ഇസ്ലാമിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ റസൂലിനെ റെസ്പെക്ട് ചെയ്യുന്നു. റസൂലിനെ അപമാനിക്കാനോ അവഹേളിക്കാനോ ഞങ്ങൾക്ക് സഹിക്കുകയില്ല. എല്ലാ പ്രവാചകന്മാരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. രക്തബലിയൊക്കെ നിർത്തുകയും മനുഷ്യബലി നിർത്തുകയും ചെയ്താണ് പരിശുദ്ധ പ്രവാചകൻ. ഈ മാനവ സമൂഹത്തിന് നീതിയും ന്യായവും ഒക്കെ നടപ്പാക്കിയതാണ്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് പരിശുദ്ധ പ്രവാചകൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ കുറെ ഹദീസുകൾ ഇറക്കി ഇവര് ഇസ്ലാമിലുള്ള മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുവാണ്. അവരെ പ്രോത്സാഹിപ്പിക്കണം. കള്ള കെട്ടുകഥകളായ ഹദീസുകളാണ് ഇന്ന് മനുഷ്യരെ മുഹമ്മദ് നബിക്ക് എതിരായിട്ട് ഇന്ന് കുറെ പേർ സംസാരിക്കുന്നത്, മുഹമ്മദ് നബിയെ അവഹേളിച്ച് സംസാരിക്കുന്നത്. ഖുർആൻ നിങ്ങൾ ഏത് ഹദീസ് വായിക്കുകയാണെങ്കിലും നിങ്ങൾ ഖുർആനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് 25 വർഷം വരെ ഒരു മോശമായ രീതിയും എന്തെങ്കിലും കേട്ടിരുന്നോ? ഒന്നും കേട്ടിരുന്നില്ല. അതിനുശേഷം 25-ാമത്തെ വയസ്സിലാണ് വിധവയും ധനികയുമായ ഖദീജയെ, 2 മക്കളുള്ള ഖദീജയെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞ ശേഷവും 10-25 വർഷം അവര് നല്ലൊരു ദാമ്പത്യ ജീവിതം വളരെ പ്രണയത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അപ്പോഴും മുഹമ്മദ് നബിയെ കുറിച്ചൊരു ചീത്ത പേരുണ്ടായിരുന്നില്ല. 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടിയത്. ഒരു പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞ മനുഷ്യന് എങ്ങനെ മനുഷ്യർക്ക് അല്ലെങ്കിൽ മാനവ സമൂഹത്തിന് ദുർമാതൃകയായിട്ട് കഴിയാൻ കഴിയും? പറ്റില്ല. 4 പേരെ കല്യാണം കഴിച്ചോളാൻ നബി പറഞ്ഞിട്ടേ ഇല്ല. നബി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കാത്തതിന്റെ തെറ്റാണ്. നബി പറഞ്ഞത് അല്ലെങ്കിൽ ഖുറാനിൽ ഇങ്ങനെയാണ്: നിങ്ങൾ 1, 2, 3, 4 കല്യാണം കഴിച്ചു കൊള്ളുക. എന്നാൽ 4 പേരെയും നിങ്ങൾക്ക് ഒരുപോലെ സ്നേഹിക്കാൻ, എല്ലാ കാര്യത്തിലും സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരാളിൽ. അങ്ങനെ തോന്നണമെങ്കിൽ കെട്ടി നോക്കണ്ടേ? ഇവരോട് നീതി പാലിക്കാനാകുമോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ കെട്ടി നോക്കണ്ടേ? നബി കെട്ടി നോക്കി, നീതി പാലിക്കാൻ പറ്റിയില്ല. ഭാര്യമാര് തന്നെ 2 ചേരികളിലായി. ശേഷവും 10-25 വർഷം അവര് നല്ലൊരു ദാമ്പത്യ ജീവിതം വളരെ പ്രണയത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അപ്പോഴും മുഹമ്മദ് നബിയെ കുറിച്ചൊരു ചീത്ത പേരുണ്ടായിരുന്നില്ല. 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടിയത്. ഫാത്തിമത്തിന് മനസ്സിലായോ? ഇവര് നമ്മളെ പോലെ ചിന്തിച്ചു തുടങ്ങി. ഇസ്ലാമിൽ വന്നിട്ടും അവരവരുടെ യുക്തിബോധവും ഹ്യൂമാനിറ്റിയും വെറുതെ വിട്ടില്ല. അവരതുകൊണ്ടാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഒരു പ്രവാചകത്വം കിട്ടിക്കഴിഞ്ഞ മനുഷ്യന് എങ്ങനെ മനുഷ്യർക്ക് അല്ലെങ്കിൽ മാനവ സമൂഹത്തിന് ദുർമാതൃകയായിട്ട് കഴിയാൻ കഴിയും? 4 പേരെ കല്യാണം കഴിച്ചോളാൻ നബി പറഞ്ഞിട്ടേ ഇല്ല. നബി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കാത്തതിന്റെ തെറ്റാണ്. നബി പറഞ്ഞത് അല്ലെങ്കിൽ ഖുറാനിൽ ഇങ്ങനെയാണ്: നിങ്ങൾ 1, 2, 3, 4. നബിയുടെ ഭാര്യമാരെ കുറിച്ചിട്ടൊന്നും താത്താക്ക് വലിയ ഗ്രാഹ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാചകൻ എത്ര വിവാഹം കഴിച്ചു, പ്രവാചകൻ എത്ര ഭാര്യമാരുണ്ട്, അവരാരൊക്കെയാണ്? പ്രവാചകന് വലങ്കൈ ഉടമപ്പെടുത്തിയവർ എത്ര പേരുണ്ടായിരുന്നു? പ്രവാചകന് ശരീരം ദാനം ചെയ്ത ആളുകൾ എത്രയുണ്ടായിരുന്നു? ഇതൊന്നും ഇവർക്ക് വലിയ ഐഡിയ ഇല്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇവരെ ഇസ്ലാമിലേക്ക് വന്ന ആളല്ലേ, ഒരുപാട് വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവര് മനസ്സിലാക്കിയ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവര് നന്നായിട്ട് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ലെങ്കിലും ഇവര് വാചാലതയുള്ള ഒരാളാണ്. നന്നായിട്ട് കാര്യങ്ങൾ കുറച്ച് അവഗാഹത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ്. മുഹമ്മദ് നബി പുരുഷന്മാരോട് 4 വിവാഹം കഴിക്കാനാണ് പറഞ്ഞത്. പക്ഷേ പ്രവാചകൻ ഇഷ്ടം പോലെ കെട്ടി, അതിന് ഓരോന്നിനും പടച്ചോനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. ഇഷ്ടംപോലെ ലൈംഗിക അടിമകളെ ഉണ്ടാക്കി, അതിനും അനുവാദം വാങ്ങി. സ്ത്രീകളെ അവരുടെ ശരീരം ദാനവും വാങ്ങി. പല ആളുകൾക്കും പെണ്ണിനെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ സമാനമായി നൽകുകയും ചെയ്തു. നബിയുടെ ഭാര്യമാരാണ് ഖദീജ, 6 വയസ്സുള്ള ആയിഷ, സൗദ, ഉമറിന്റെ മകൾ ഹഫ്സ, സൈനബ എന്ന ഗോത്ര വനിത, ഉമ്മു സലമ, വളർത്തുമകന്റെ ഭാര്യയായ സൈനബ, ജുവൈരിയ, ഉമ്മു ഹബീബ എന്ന റംല ബീവി, സഫിയ, മൈമൂന. പിന്നെ വലങ്ക ഉടമപ്പെടുത്തിയ പല ഗോത്രങ്ങളിൽ നിന്നും കൊള്ളയടിച്ചും അവരെ കീഴ്പ്പെടുത്തിയും ഒക്കെ കൊണ്ടുവന്ന ലൈംഗിക അടിമകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സ്ഥിരമായ ലൈംഗിക അടിമകള് മാരിയത്തുൽ കിബിത്തിയ. ഈ പെണ്ണുമായിട്ട് ഡിങ്കോഡാൽഫി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭാര്യയായ ഹഫ്സ കണ്ടുകൊണ്ട് വന്ന പ്രശ്നം ഉണ്ടാക്കിയത്. ഇവരെ പ്രസവിച്ചു മാരിയത്തുൽ കിബിത്തി. പിന്നെ ഖദീജയും വേറെ ആരും പ്രസവിച്ചിട്ടില്ല. ഇബ്രാഹിം എന്ന ഒരു കുഞ്ഞ് ജനിച്ചു.
അന്ന് സൂര്യനും ചന്ദ്രനും ഗ്രഹണം ഉണ്ടായി എന്നൊക്കെയാണ് ഇസ്ലാം പറയുന്നത്. നിൽക്കട്ടെ. റൈഹാന, സുലൈഖ, സൽമ, ഉമ്മു റാഫി, ഉമ്മു ഐമൻ, ഉമൈമത്ത്, ഖലറത്ത്, റൽവ, ബൈസർ, മൈമൂന, മൈമൂനത്ത്, ഉമ്മു ഇയാസ്, സായിബ, കൗല, ജൂദിത്ത്, ഇവരൊക്കെ സ്ഥിരമായ ലൈംഗിക അടിമകളാണ്. ഈ സ്ത്രീകളെ കുറിച്ചിട്ട് ആയിഷ ഒരിക്കൽ പറഞ്ഞു, ഇവർക്ക് നാണമില്ലേ, ഇവരെന്ത് ചെയ്യാനാ? ഇനി വെപ്പാട്ടികളായ ശരീരം ദാനം ചെയ്ത സ്ത്രീകളുണ്ട്. അസ്മ, ഉമ്മു ഷരീബ്, കൗല, മുലൈക്കത്ത്, ഫാത്തിമ, അമിറ, റാലിയ, സന, ജുവൈന, ഷറാഫ്, ലൈല, റിലാഅത്ത്, ഖത്തീലത്ത്, സൗദ, ഉമാമ, അസ്മ, സഫിയ, എണ്ണമറ്റ ആളുകളുണ്ട്. കെ.വി. സെയ്ദ് മുഹമ്മദ് എഴുതിയ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന പുസ്തകത്തിലെ 18 പേജ് മുതൽ 18, 19, 20 വരെ. ഒരുപാട് തെളിവുകളുണ്ട്. അപ്പൊ ഈ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ? ആയിഷ പറയുന്നതായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുവാണ്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്താണ് ശരീരം ദാനം ചെയ്യാൻ നടക്കുന്ന പെണ്ണുങ്ങള്? ഓ കഷ്ടം നിങ്ങളുടെ കാര്യം. ആയിഷ പറയുവാണ്. എന്നിട്ട് അല്ലെങ്കിലും നബിയുടെ കാര്യത്തിൽ പടച്ചവൻ കുറച്ച് ധൃതിയുള്ളവനാണല്ലോ എന്ന് ആയിഷ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരത് കുറച്ചുകൂടെ ഉള്ളൂ, നമുക്ക് അതുകൂടെ കേൾക്കാം. 3 or 4 കല്യാണം കഴിച്ചു കൊള്ളുക. എന്നാൽ 4 പേരെയും നിങ്ങൾക്ക് ഒരുപോലെ സ്നേഹിക്കാൻ, എല്ലാ കാര്യത്തിലും സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉറപ്പുണ്ടെങ്കിൽ പടച്ചവൻ പിന്നെ 4 കൊടുക്കേണ്ട കാര്യമുണ്ടോ? നീതി പാലിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എനിക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ലോൺ എടുക്കുന്നത് പോലെ എടുക്കും. പിന്നീടാണ് മൂക്കും കൊണ്ട് കിടന്ന് ഇച്ഛ കഴിഞ്ഞാൽ വരയ്ക്കുന്നത് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ. ഒരാളിൽ ഒതുങ്ങുക, ഒരാളെ മാത്രം കല്യാണം കഴിക്കാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഒരാളെ, അതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ 1, 2, 3, 4, കാരണം ആർക്കെങ്കിലും 4 പേരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? ആർക്കും, ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. 4 ഒരേപോലെ സ്നേഹത്തില എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഒരു സാരി വാങ്ങിച്ച അതേ കളറും അതേ വിലയും എല്ലാം പറ്റും, ആർക്കും പറ്റില്ല. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാചകനായതിനു ശേഷം ഐഷ, ഈ ജ എന്ന് പറയുന്ന ഒരാള് ഒരുപാട് നേരമായിട്ട് ചോദിക്കുന്നു, എനിക്കൊരു സംശയമുണ്ട് ടീച്ചർ, പ്ലീസ് റിപ്ലൈ. സ്വർഗത്തിൽ പോയാൽ മെയിലിന് 78 ഹൂറിമാരെ കിട്ടും. വാട്ട് അബൌട്ട് ഫീമെയിൽ ഹൂറന്മാരാണോ? ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്ന രൂപത്തിൽ എങ്ങും തൊടാതെയുള്ള ഒരു ചോദ്യവുമായിട്ട് വരരുത്. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അതിനൊരു സാമാന്യ മര്യാദ കാണിക്കണം. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലാതെ വേറൊരു വിഷയത്തെക്കുറിച്ചിട്ടല്ല ചോദിക്കേണ്ടത്. ഒന്നതാണ്. 2, ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് റിവ്യൂ ചെയ്ത് തീരണോ? ഇവർക്ക് മറുപടി പറയണോ? അതോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണോ? എന്താണ് വേണ്ടത്? ഈ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഒരാൾ ഉത്തരം പറഞ്ഞു, സ്ത്രീകൾക്ക് ഹൂറന്മാരില്ല. അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്കത് പോരാ. അതുകൊണ്ട് ഇവരുടെ വിഷയം ഒന്ന് തീരട്ടെ. 8 വയസ്സുള്ളായിരുന്നു. പ്രവാചകന്റെ മകളായ ഫാത്തിമയെ തന്നെ ഒരു പ്രപ്പോസൽ വരുമ്പോൾ പ്രവാചകൻ പറയുന്നത് അവൾക്ക് കല്യാണ പ്രായമായിട്ടില്ല. അങ്ങനെ പറയുന്ന പ്രവാചകൻ തന്നെ 8 വയസ്സുള്ള കല്യാണപ്രായമൊന്നും ആകാത്ത ഈ കുട്ടിയെ ഐഷാനെ കല്യാണം കഴിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ചരിത്രം പഠിക്കണം നിങ്ങൾ എല്ലാവരും. ചുമ്മാ പുരോഹിതന്മാർ. പ്രവാചകൻ 6 വയസ്സുള്ള ആയിഷയെ കെട്ടിയിട്ടില്ല എന്നാണ് ഇപ്പൊ താത്ത പറയുന്നത്. എങ്ങനെയുണ്ട്? പറഞ്ഞ് എവിടെ തുടങ്ങി എവിടെ എത്തിയെന്ന് കണ്ടോ? ഇസ്ലാമിലെ ഒരു ചരിത്രവും അറിയില്ല, ഒരു ഹദീസും അറിയില്ല. ഇവർ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നതെല്ലാം നിരീശ്വരവാദമാണ്, ഇവർ പറയുന്നതെല്ലാം യുക്തിവാദമാണ്. കാരണം എന്തിനാണ് മൃഗങ്ങളെ ബലിയറുക്കുന്നത്? ഇതെന്ത് രൂപത്തിലുള്ള പടച്ചോനാണ്? അവരെ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. നബി എന്താണ് ചെയ്തത്, എന്താണ് പറഞ്ഞത്, ഒന്നും ഇവർക്ക് അറിയില്ല. ഓക്കെ, പറയുന്നത് അങ്ങനെ കേൾക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ചരിത്രം പഠിക്കുക, അപ്പോൾ മനസ്സിലാവും എത്ര വയസ്സായിരുന്നു ഐഷയ്ക്ക് 19 വയസ്സുണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ 19 വയസ്സ് വരെയൊക്കെ എത്തിച്ചു ഒരുവിധം. വിളിപ്പിക്കുന്ന ഇത്തരം ആചാരങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. ലോകം മാറുന്നു, കാലം മാറുന്നു, മനുഷ്യൻ പരിഷ്കൃതരാകുന്നു.
ഈ ഘട്ടത്തിലും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ പരിഷ്കൃതരാകുന്നതിനനുസരിച്ച് നബി ചെയ്തതെല്ലാം പരിഷ്കൃതമാക്കണം. 6 വയസ്സുള്ള ആയിഷയെ നബി കെട്ടിയെന്ന് പറയരുത്, 19 എന്ന് പറഞ്ഞോ. കൊണ്ടു നടക്കാതിരിക്കുക, അത് മാറ്റിട്ട് ഖുറാനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ തുടച്ചു മാറ്റുക. ദയവ് ചെയ്ത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയെ അപമാനിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ സങ്കല്പം, അള്ളാഹു രക്തദാഹിയാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ ബലിപെരുന്നാളിൽ. അപ്പൊ മനസ്സിലായില്ലേ? വേറെ ഒരു രൂപത്തിലേക്ക് ഇവർ ഇസ്ലാമിനെ നവീകരിക്കാൻ ശ്രമിക്കുന്നു, മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവരുടെ പ്രഭാഷണം ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കും മുസ്ലിം സമുദായത്തിന്. ചിന്തിപ്പിക്കുക. മറ്റുള്ള അമുസ്ലിംസ് മനസ്സിലാക്കുന്നത് മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരതത്തിൽ മീനുവിനോട് ചോദിക്കാതെ എന്തെങ്കിലും നബി ചെയ്യൂ, നിങ്ങൾ എന്തി പറയുന്നത്? ഏറിയ പങ്കും പശുവിനെ ആരാധിക്കുന്നവരാണ്. അവരെ നിന്ദിക്കരുത്. അതുകൊണ്ട് മീനു വെജാണ്. മുസ്ലിംസ് ഇനിയും ഒരുപാട് പഠനങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരേ കയറിൽ പിടിക്കുക, നിങ്ങൾ ആരും ഭിന്നിക്കരുത് എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. അള്ളാഹു ആകാശത്ത് ഒരു കയറിറക്കി തരും, മുറുക്കെ പിടിച്ചോണം, പോകരുത്. എല്ലാവരുടെയും ഹോളി അല്ലെങ്കിൽ വേദപുസ്തകം എന്താണ്? ഖുറാൻ. പിന്നെ എന്തിനാണ് ഇത്രയും സംഘടനകൾ? എന്തിനാണ് ഇത്ര അന്ധവിശ്വാസങ്ങൾ? മറ്റുള്ളവർ എല്ലാവരും പരിഹസിക്കുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എന്തിനാണ് പരിശുദ്ധ പ്രവാചകനെ നിങ്ങൾ അപമാനിക്കുന്നത്? ആരെയും വിഷമിക്കാനൊന്നുമല്ല ഞാനത് പറഞ്ഞത്. ഇത് യഥാർത്ഥ സത്യമാണ്. നമ്മൾ യഥാർത്ഥ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ തുടച്ചു മാറ്റുക നമ്മുടെ ഇടയിൽ നിന്നും. അതുപോലെ തന്നെ അള്ളാഹു എല്ലാവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് താത്ത എന്തായാലും അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് പിന്നെയും സിനിമയിലേക്ക് പോയിട്ടുണ്ട്. മുസ്ലിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൊണ്ടത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇവർ ഇസ്ലാമിൽ നിന്നാൽ വലിയ പ്രഹരമാണ് മുസ്ലിങ്ങൾക്കെന്ന് മനസ്സിലായി. തൽക്കാലം താത്തായ്ക്ക് നൽകിയ ഹിദായത്ത് അള്ളാഹു തിരിച്ച് പറിച്ചങ്ങെടുത്തു കഴിഞ്ഞു. ശരി, ഇനി നിങ്ങൾ ചോദിക്കൂ. ഖുർആൻ 33:50 റീഡ് ചെയ്യൂ. ശരി, അതെ, പ്രവാചകന്റെ പെണ്ണ് വിഷയം തന്നെയാണ് പറയുന്നത്. അൻസാർ, ഉമ്മായി വിളിക്കുമോനെ, ഈ വിളി ഉമ്മായി വിളിക്ക്, അതാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഉണ്ടാക്കിയവനുണ്ടോ, തന്തയുണ്ടോ, അവനെ പോയി വിളിക്ക്. അവനെയും ഉമ്മ ഛർദ്ദിച്ചിട്ടൊന്നും അല്ലല്ലോ, ഇങ്ങനെ തന്നെ ഇട്ടതല്ലേ നിന്നെയും? അതെ, ശരി. വേറെ വരുന്നില്ല? എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ചേച്ചി? നിന്നല്ലേ പറ്റുള്ളപ്പാ സെബിനെ, പിടിച്ചു നിൽക്കുക. അമ്മാരെപ്പോഴാണ് തലയെടുക്കണമെന്നൊന്നും അറിയില്ല. ശരി, അൻസാർ നിന്റെ തന്ത ചെല്ലേ. റിഷാൻ, ഇല്ലടാ, നിന്റെ വാപ്പ കത്തിയും കൊണ്ട് വന്നിട്ട് എന്നെ കൊല്ലാതെ പോയി. അവൻ്റെ സുന വെട്ടിയെറിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. കാണണോ നിനക്ക് നിന്റെ തന്തയുടെ? കാണാ? ശരിയാണ് ജെയിംസ്, ഇവര് ട്രൈ ചെയ്യുന്നത് മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിന്തിപ്പിക്കാനാണെന്ന്. ശരി. തെറിയല്ലാതെ ഇവന്മാർക്ക് നമ്മൾ പറയുന്നതിനോ ചോദിക്കുന്നതിനോ ഒരു മറുപടിയും ഇല്ല. അത് മറുപടി പറയാൻ പലതും ചിന്തിക്കാൻ പറ്റണ്ടേ? ആകെ ലിംഗവും കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടെയാണ് 6 വയസ്സുള്ളവർ? ആരാണ് മുട്ടിലെഴയുന്ന പെണ്ണ്? കൃഷിയിടമാണല്ലോ, കൃഷി ചെയ്യാൻ വേണ്ടി മുട്ടി കലപ്പയും കൊണ്ട് നടക്കുന്ന ഇവന്മാരോട് എന്ത് മറുപടി പറയാൻ? ബസ് ട്രാക്ക് ഉമ്മായി കിട്ടുമോ നോക്കും മോനെ, ചെല്ലേ. ഉമ്മാക്കുള്ളതും എനിക്കുള്ളതും ഒക്കെ ഒരുപോലെ, ഏറ്റക്കുറച്ചിലുകളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പടച്ചോൻ്റെ എന്തോ കുഴപ്പത്തിന് വന്നതാ, ചെല്ല. അതെ ജുബിൻ, ഇവർക്ക് എന്താ പ്രശ്നമെന്നറിയാമോ? ഇവർക്കാകെ ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അത് ഉമ്മായെ കണ്ടാലും പെങ്ങളെ കണ്ടാലും മകളെ കണ്ടാലും. കാരണം എന്താ? ഇവർ ഫോളോ ചെയ്യുന്നത് മമ്മദണ്ണനെയാണ്. മമ്മദണ്ണനെ ഫോളോ ചെയ്യുന്ന ആള് പിന്നെ ഇങ്ങനെ തന്നെ ആകണ്ടേ? അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. നന്ദി.